അതായത് ബൈജുചേട്ടന്റെ അടുത്ത് എന്താ ചോദിച്ചിട്ടുണ്ടായി മുന്നാരോ, അതായത് യങ് ജനറേഷനിലായിട്ട് ബൈജുചേട്ടന്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ ചോദിച്ചപ്പോ ബേസില് അജു വർഗീസ് എന്നൊക്കെയാണ് പറഞ്ഞത്. ടൊവിനോ. അത് ആ വൈബ് ഭയങ്കര കണക്റ്റഡ് ആന്ന് പറഞ്ഞു. ബൈജു യങ് ജനറേഷൻ അല്ലേ? ബൈജുചേട്ടൻ അങ്ങനെ പറയാറില്ല. ബൈജു അത് അവന്റെ വിനയം കൊണ്ട് പറയണതാ. ഞാൻ യങ് ജനറേഷനാ. 10 ദിവസം കൂടെ പോകില്ലേ? ജനിച്ച കാലം മുതൽ ബൈച്ചേട്ടൻ ഇങ്ങനെ തന്നെ. 10 ദിവസം കൂടെ പോകും ഞാൻ യങ് ജനറേഷൻ. ഞങ്ങളെക്കാൾ ഒരുപാട് ചെറിയ താഴെയുള്ള ഒരാളായിട്ടാണ് കാണുന്നത്, ജൂനിയർ ആയിട്ടുള്ള ഒരാളായിട്ടാണ് ബൈജുവിനെ കാണുന്നത്. ആണോ? കാരണം നമ്മളൊക്കെ സിനിമയിൽ പറഞ്ഞപ്പോഴത്തേക്ക് പയ്യൻ റോളാണ് ചെയ്യണത്. അപ്പൊ യങ് ജനറേഷന്റെ ഏറ്റവും ഞങ്ങളുടെ യങ് ജനറേഷന്റെ പ്രതിനിധിയാണ് കരുത്ത്. സത്യം പറയാം, ബൈജുചേട്ടൻ അങ്ങനെ വയസ്സ് പറഞ്ഞതിൽ പ്രശ്നമില്ലാത്ത ഒരാളാന്ന് എനിക്കറിയാം. എന്ത് പറഞ്ഞ യങ്ങൊന്നല്ലല്ലോ. ഞാനല്ലേ തീരുമാനിക്കുന്നത് എങ്ങാണല്ലേ. അപ്പൊ എങ്ങാണ് ഞാൻ ഈ മൈക്കൂരിച്ച് പോവാട്ടാ. ശരി, അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അത് ഇപ്പൊ എങ്ങനെയാണ് ആ വൈബ് കണക്ഷൻ നിങ്ങളുടെ? അതാണ് ഇങ്ങനെയാണ് വൈബ് കണക്ട് ചെയ്യുന്നത്. ഞാൻ എങ്ങനെയാണെന്നറിയാം. ഞാൻ ഇങ്ങേരുടെ അടുത്ത് ചെല്ലുമ്പോ ഞാൻ ഇങ്ങേരുടെ പ്രായക്കാരനാവും, ഇവന്റെ അടുത്ത് ചെല്ലുമ്പോ ഇവന്റെ പ്രായക്കാരനാവും. ബേസിലിനെ പോലുള്ള ആൾക്കാർ, ടൊവിനോ, ബേസിൽ, അജു, പിന്നെ വിനീത് ശ്രീനിവാസൻ, അങ്ങനെയുള്ളവർ ചെല്ലുമ്പോൾ ഞാൻ അവരോടാവും. ഞങ്ങൾ എങ്ങനെയാണെന്നറിയാമോ? ബൈജു ഞങ്ങളുടെ അടുത്ത് വരുമ്പോ ഞങ്ങൾ ബൈജുവിന്റെ പ്രായക്കാരനാണ്. അപ്പൊ അങ്ങനെ ഞങ്ങളിങ്ങനെ അങ്ങോട്ട് ഒത്തുപോകും. ശരി, നുണയാണോ സത്യമാണോ എന്ന് മനസ്സിലാവാത്ത രീതിക്ക് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ശരിക്കും നുണയാണോ സത്യമാണോ നുണ? ഏതാണ് ഇതിൽ? ഏതാണ് സത്യം? ആണ് സത്യം. ഓക്കെ, അപ്പൊ ഈ സത്യമാണോ നുണയാണോ എന്ന് ഞാനൊരു സെഗ്മെന്റ് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയുണ്ട്? സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതില് എന്താ പറയുക, സിദ്ദിഖിക്കും ബേസിലിനും അതുപോലെ തന്നെ നമ്മുടെ ബൈജുചേട്ടനും നിങ്ങളുടെ ലൈഫും അല്ലെങ്കിൽ നിങ്ങളുടെ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങളാണ്. മനസ്സിലായോ? ഒരാള് ഒരു ഷീറ്റ് വായിക്കുക. ഇപ്പൊ സിദ്ദിഖിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് സിദ്ദിഖയുടെ കയ്യിൽ ഇരിക്കണേ. ഓക്കെ, അപ്പൊ അതിൽ 3 എണ്ണത്തിൽ 2 തെറ്റും 1 ശരിയാണ്. ഇത് വായിക്കുമ്പോ ഇവര് ഗസ് ചെയ്യണം ഏതാണ് ശരിയെന്ന്. നിങ്ങൾ ഗസ് മിണ്ടരുത്, പറയാൻ പാടില്ല. ഗസ് ചെയ്തവിടെ മിണ്ടായിരുന്നു. അത് ഞാൻ പറയാം. അതിന് നമ്മളിവിടെ ഒരു നുണയൻ പിള്ളേനെ വെച്ചിട്ടുണ്ട്. മണിയൻ പിള്ള. ഓക്കെ, ഈ പിള്ള ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇവിടെ കറങ്ങി തീരുമ്പോഴേക്കും നിങ്ങൾ ആൻസർ പറയണം. പറഞ്ഞില്ലെങ്കിൽ ഓക്കെ, അപ്പൊ ആദ്യം ആര് വായിക്കണം? വായിക്കട്ടെ. ആദ്യമായി സിനിമയിൽ ഹീറോ ആയി വന്ന ക്യാരക്ടറിന്റെ പേര് ദാസപ്പൻ എന്നാണ്. രണ്ടാമത്തെ വായിക്കേ. ആദ്യമായി സിനിമയിലെ ഹീറോ ക്യാരക്ടറിന്റെ പേര് ഉൽപ്പലാക്ഷൻ എന്നാണ്. ഇതിലേത് ശരി? നിങ്ങൾ മുകളിൽ പറഞ്ഞത് രണ്ടുമല്ല. ആദ്യം ലീഡ് ക്യാരക്ടറിന്റെ പേര് രവീന്ദ്രവർമ്മ എന്നാണ്. ഇതില് ഏതാണ് ശരി? ഇതില് ബൈജു തന്നെ ആദ്യം ഒരു തീരുമാനത്തില് 3 എണ്ണം